ഇതാണ് ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് വരുന്ന ഹാജിമാർ. 30-ാം തീയതി രാവിലെ നാട്ടിൽ നിന്ന് വരുന്ന ഹാജിമാർ, അവർക്കുള്ള ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിരിക്കുന്ന ബിൽഡിംഗ് ആണ്. അതിന് മുമ്പിലാണ് നമ്മളുള്ളത്. ഈ ബിൽഡിങ്ങിലാണ് നമ്മുടെ ആദ്യ ഹജ്ജ് സംഘം കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ കീഴിൽ ഈ വർഷം കേരളത്തിൽ നിന്ന് കൊച്ചി എയർപോർട്ടിൽ നിന്ന് വരുന്ന ആദ്യ ഹാജിമാർ ഇറങ്ങുന്ന ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് നമ്പർ 502 മുമ്പിലാണ് നമ്മളുള്ളത്. നമ്പർ 502. ഇതിലിപ്പോ എത്ര ആളാണ്? 952 ആള് ഈ ബിൽഡിങ്ങിലുണ്ട്. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോൾ ഉള്ളത് മക്കയില് ഹാജിമാർക്ക് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിരിക്കുന്ന താമസ സൗകര്യം ഒരുക്കിയിരുന്ന ബിൽഡിങ്ങിനടുത്താണുള്ളത്. അടുത്ത 30-ാം തീയതി ഫൈനാസ് എയർലൈൻസിൽ XY8008 വിമാന സർവീസിൽ ജിദ്ദ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തുന്ന ഹാജിമാർ 5:30 ജിദ്ദയിലിറക്കുന്ന ഹാജിമാർക്ക് ഇന്ത്യൻ ഹജ്ജ് മിഷൻ താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ബിൽഡിംഗ് നമ്പർ 502 നമ്പർ ബിൽഡിംഗിലാണ്. ഈ ബിൽഡിംഗിൽ ഉള്ളത് 900ഓളം വരുന്ന ഹാജിമാരാണ് താമസിക്കുന്നത്. ഈ ബിൽഡിംഗിന്റെ സൗകര്യങ്ങളും ഈ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിരിക്കുന്ന ഹാജിമാർക്ക് ഒരുക്കിയിരിക്കുന്ന താമസ സൗകര്യങ്ങൾ ഒന്ന് നേരിൽ കാണുന്നതിന് വേണ്ടിയാണ് മക്ക KMCCയുടെ നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ല സൗകര്യത്തോടു കൂടിയാണ് ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ 1, 2, 3, 4, 5 ബെഡുകളാണ് ഈ റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല വിശാലമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഓരോ റൂമിലും ആവശ്യമായ ഫ്രിഡ്ജ്, ഈ റൂമിലെ 5 ആളുകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫ്രിഡ്ജ്, അതുപോലെ തന്നെ നിസ്കരിക്കുന്നുള്ള മുസല്ല, അതുപോലെ തന്നെ ഈ റൂമിലുള്ള ആളുകൾ ആവശ്യമായി വസ്ത്രങ്ങളൊക്കെ വെക്കുന്നതിനുള്ള ഒരു കബോർഡ്, അതുപോലെ തന്നെ ബാത്റൂമും വളരെ നല്ല രീതിയിലുള്ള ബാത്റൂം സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഈ ബിൽഡിങ്ങിനുള്ള പ്രത്യേകത, ഈ ബിൽഡിങ്ങിലുള്ള ഹാജിമാർക്ക് ആവശ്യമായ ചായയും മറ്റൊക്കെ തയ്യാർ ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട്, ചായ മാത്രം തയ്യാർ ചെയ്യപ്പെടുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ചായ ചൂടാക്കുന്നതിനുള്ള ഒരു മെഷീൻ, അതുപോലെ തന്നെ കിച്ചണിലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭക്ഷണം പാകം ചെയ്യാൻ ഇവിടെ സൗകര്യമില്ല. അതിലേറെയൊക്കെ വളരെ ഈ വർഷം സിസ്റ്റമാറ്റിക് കാര്യങ്ങൾ ചെയ്തു എന്നതിനുള്ള വലിയൊരു ഒരു കാര്യം, ഓരോ റൂമിലും ഇതിലിപ്പോ ഈ കാണുന്ന ബിൽഡിംഗ് നമ്പർ 502 206 നമ്പർ റൂമില് സ്ത്രീകളാണ്. അപ്പൊ ആ സ്ത്രീകളാണ് ഇവര് അറേഞ്ച് ചെയ്തിട്ട് ഹജ്ജ് മിഷൻ അറേഞ്ച് ചെയ്തിട്ട് തൊട്ടടുത്ത റൂമിലാണ്, തൊട്ടടുത്ത ഇവിടെ കണ്ടോ 502 നമ്പർ ബിൽഡിംഗിൽ 201 നമ്പർ റൂമിൽ ആണുങ്ങളെയും അങ്ങനെ ബന്ധപ്പെട്ട ഭാര്യയും ഭർത്താവുമാണെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത റൂമിലാണ് ഇവർ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത് വളരെ ഈ വർഷം ചെയ്ത ഏറ്റവും നല്ല ഒരു സജ്ജീകരണമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. കാര്യത്തിൽ ഇത് ഹറമിന് തൊട്ടടുത്ത് അല്ലെങ്കിൽ കുറച്ച് നടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ബസ് മാർഗം പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 502 നമ്പർ ഈ ബിൽഡിംഗിലെ 502 നമ്പർ ബിൽഡിംഗിലെ 207 നമ്പർ റൂമാണ്. ഇതും നമുക്ക് നോക്കാം. ഈ റൂമും വളരെ സജ്ജീകരണത്തോടു കൂടി കയറി ചെല്ലുമ്പോൾ തന്നെ ചായ തയ്യാർ ചെയ്യപ്പെടുന്നതിനുള്ള ഒരു ചെറിയൊരു കിറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലും 1, 2, 3, 4, 5, 6, 7 പേർക്കുള്ള ഒരു റൂമാണ്. നല്ല വിശാലമായ റൂം. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജ്, ആ ഫ്രിഡ്ജ് തുറന്നു നോക്കി കുഞ്ഞുമോനെ, ആ ഫ്രിഡ്ജ് ഒന്ന് കാണട്ടെ. ആ ഫ്രിഡ്ജ് ഉണ്ടോ, ഫ്രിഡ്ജ്, അതുപോലെ ആ കബോർഡ് നോക്കി, ആ കബോർഡ് ആൽമറ ആളുകൾക്ക് വിശാലല്ലേ? നമുക്ക് എങ്ങനെട്ടത് ഉഷാറല്ലേ? പിന്നെ അതുപോലെ തന്നെ എങ്ങനെ അത് ഇരുന്ന് ഓതുന്നതിന് വേണ്ടിയൊക്കെ അല്ല കുഞ്ഞുമോനെ, ഓതാനുള്ള ഒരു സജ്ജീകരണം, മുസ്ഹാഫ്, അതുപോലെ തന്നെ ഏതെങ്കിലും ആളുകൾ പ്രായമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള ഒരു സോഫ സെറ്റ്, അങ്ങനെ എല്ലാ രീതിയിലും എങ്ങനെയുണ്ട് കുഞ്ഞുമോനെ ഈ വർഷത്തെ ഇത്? വളരെ ഉഷാറാണ്. ആദ്യ ഹാജിമാരിറങ്ങുന്ന ബിൽഡിംഗ് നമ്പർ 502. അതെ 502. ഈ ബിൽഡിംഗ് 945 ഹാജിമാരാണ് താമസിക്കുന്നത്, മലയാളി ഹാജിമാരാണ്. തീർച്ചയായിട്ടും കൊച്ചിയിൽ നിന്ന് വരുന്ന ആദ്യ വിമാനത്തിലെ ഹാജിമാർക്ക് ഒരുക്കിയ സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ബിൽഡിംഗിൽ എത്തിയിട്ടുള്ളത്. നല്ല സൗകര്യമാണ് ഈ പ്രാവശ്യത്തെ ഈ ഹോട്ടലിൽ നമ്മൾ കണ്ടത്. അതിനൊക്കെ പ്രത്യേകത, 3 വർഷങ്ങളൊക്കെ നമ്മൾ കണ്ട ഒരു പരാതിയായിരുന്നു 2 കവറിലുള്ള ഒരു ഫാമിലി താമസിക്കുമ്പോൾ അന്യ സ്ത്രീകളും പുരുഷന്മാരും ഒരു കവറിലുള്ള പിന്നെ ഒരു റൂമിൽ 4 ആളുണ്ടെങ്കിൽ 2 കവറിലുള്ള സ്ത്രീയും പുരുഷനായിട്ട് മിക്സായിട്ട് ബാത്റൂം സ്ത്രീകൾ ഉപയോഗിക്കുക, പുരുഷന്മാർ ഉപയോഗിക്കുക, വലിയ പ്രയാസമുണ്ടായിരുന്നു. അതിന് വ്യത്യസ്തമായി ഒരേ കവറിലുള്ള പിന്നെ ആളുകളെ
സ്ത്രീനെ കുറിച്ച് തൊട്ടടുത്ത് അപ്പുറത്തുള്ള റൂമിലാക്കി കാണാൻ പറ്റുന്ന രീതിയിൽ അല്ലെ? സ്ത്രീകളെ മാത്രം ഒരു റൂമിലും പുരുഷന്മാരെ മാത്രം ഒരു റൂമിലും ഒക്കെ ഹാജിമാരെ സംബന്ധിച്ചും വലിയ ആശ്വാസമാണ്. പിന്നെ എല്ലാവർക്കും, അതായത് പ്രത്യേകിച്ച് ഇറാമിലൊക്കെ വരുന്ന ഹാജിമാര് സ്ത്രീകൾ ഡ്രസ്സ് മാറാനും ഒക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാ വർഷവും അത് പരാതിണ്ടാകുന്നുണ്ട്. കാരണം അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും ഇടകലർന്ന് കടന്നുറങ്ങുന്ന ജീവിക്കുന്ന ഒരു സാഹചര്യം പ്രയാസം ഉണ്ടാകുന്നു. അതിന് വ്യത്യസ്തമായി ഇന്ത്യൻ അഡ്മിഷൻ മാറ്റിയ ആ മാറ്റം ഈ സിസ്റ്റമാറ്റിക് ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നമ്മള് അതുപോലെ തന്നെ ആദ്യമാർക്ക് ഇപ്പോൾ ഭക്ഷണം ഇല്ലാന്നുള്ള പരാതിയില്ലല്ലോ. ഭക്ഷണം റൂമിൽ ഉണ്ടാക്കാൻ സൗകര്യം എല്ലാ ബിൽഡിങ്ങുകളും ഇപ്പൊ നമ്മൾ അന്വേഷിച്ചു പോയി നോക്കിയ ബിൽഡിങ്ങുകളൊക്കെ മലയാളികൾക്ക് താമസിക്കാനുള്ള ബിൽഡിങ്ങുകളൊക്കെ നമ്മുടെ മലയാളികളായിട്ടുള്ള കാറ്ററിംഗ് സർവീസുകൾ സജ്ജീകരണങ്ങളുണ്ട്. അവർ കാറ്ററിംഗ് ഭക്ഷണങ്ങൾ ഇവിടെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഒന്നും ആർക്കും ഒന്നുമില്ല, ഒരു പ്രയാസമില്ല. പക്ഷെ ബിൽഡിങ്ങുകൾ മുമ്പത്തെ പോലെ ഒരു കോർഡിനേഷൻ ഒരു സ്ഥലത്തല്ലാന്നുള്ളൂ, പല സ്ഥലങ്ങളിലാണ്. പക്ഷെ എന്നാൽ ഓരോ ബിൽഡിങ്ങിലും ഭക്ഷണം എത്തിക്കാനുള്ള കാറ്ററിംഗിനുള്ള നമ്പറുകളും അവർക്ക് ഭക്ഷണം സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സൗകര്യങ്ങളൊക്കെ ഇവിടെ ഹറമുക്ക് പോകാനും വരുന്നതിനും വേണ്ടി കാൽനടയാണോ അത് ബസ് എങ്ങനെ ഓരോ ബസ് സ്റ്റാൻഡുകൾ ബസ്സുണ്ട്. ബസ് ഉണ്ടെങ്കിലും ഓരോ സ്ഥലത്തും പുറത്തെ വർഷങ്ങളിൽ എല്ലാ അതിഥിയിലാണുള്ളത്. 1 മുതൽ 7 വരെയുള്ള ബ്രാഞ്ചുകളാണ് മഹത്തൽ ബാങ്കുള്ളത്. മറ്റു മാറ്റപ്പെട്ട പല സ്ഥലങ്ങളിലാണ്. എല്ലാം ആദ്യമാർക്ക് ഈ ബിൽഡിങ്ങിന്റെ ലൊക്കേഷൻ ഇപ്പോൾ ഏതാണ്? ഇവിടെ ഈ മെയിൻ റോഡാണ് അല്ലേ? ഇതിങ്ങനെ നമ്മളൊന്ന് വിലയിരുത്തിന് വേണ്ടിയാണ് ഇപ്പൊ രാവിലെ മുതൽ നമ്മുടെ മക്ക KMCCയുടെ ഞാനും അതുപോലെ തന്നെ നമ്മുടെ മക്ക KMCCയുടെ പ്രസിഡന്റ് കുഞ്ഞുമോൻ സാഹിബ്, അതുപോലെ തന്നെ മക്ക KMC ട്രഷറർ ഒന്നിനായ പ്രിയങ്കരനായ മുസ്തഫ മുഞ്ഞക്കുളം, അതുപോലെ തന്നെ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ഒരാളായ MC നാസർ അടക്കമുള്ള ആളുകൾ ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. പക്ഷെ സത്യത്തിൽ റൂമുകളൊക്കെ വളരെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം കുടിവെള്ളം ഇതും എടുത്ത് പറയേണ്ട തന്നെയാണ്. കുടിവെള്ളം ഇവിടെ എല്ലാവർക്കും ഓരോ ഇതിലും കുടിവെള്ളം ഇങ്ങനെ ഈ ഫ്ലോറിലുള്ള, അതായത് ഇതിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും കുടിക്കാനുള്ള വെള്ളം ഇതിലുണ്ട്. ഈ ബിൽഡിംഗ് സെലക്ഷൻ ഈ വർഷം കുറച്ച് ദൂരമാണെന്നുണ്ടെങ്കിലും പക്ഷെ ഈ ഭാര്യ ഭർത്താക്കന്മാർ അടുത്തടുത്ത് റൂമിലാക്കുക എന്നുള്ളത് തന്നെ വലിയ സജ്ജീകരണമാണ്. കാരണം വെച്ചാൽ ചിലപ്പോൾ ഭർത്താവ് മരുന്ന് കുടിക്കേണ്ടി വരും, അത് ഭാര്യ എടുത്തു കൊടുക്കുന്ന സ്ഥിതിയായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുക. അപ്പൊ അത് വലിയൊരു സൗകര്യമാണ്. അപ്പോൾ ഒരുമിച്ച് പോകാൻ സ്റ്റാർ ഹോട്ടൽ. ഓക്കെ, നല്ല സന്തോഷം. ഓക്കെ, അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് നമ്പർ 502 ഉള്ള കയറി വരുന്ന കൗണ്ടറും അതുപോലെ തന്നെ ലിഫ്റ്റ് ഒരു വലിയ ലിഫ്റ്റ്, 3 ലിഫ്റ്റുകളുണ്ട്. കയറി വരുന്ന ഭാഗങ്ങൾ വളരെ സജ്ജീകരണത്തോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ വളരെ സൗകര്യപൂർവ്വം ചെയ്തിട്ടുണ്ട്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ ഹറമിലേക്കുള്ള വഴിയാണ്. 1-ാം നമ്പർ ഗേറ്റിനടുത്തേക്കാണ് ഇത് പോകുന്നത്. പക്ഷെ ഇവിടുന്ന് ബസ് മാർഗമാണ് പോകുന്നത്. മസ്ഗൂത്തായിലാണ് ബസ് നിർത്തുക. നമ്മുടെ പോയിന്റ് അതാണ്. ഇവിടുന്ന് ഈ ബിൽഡിംഗിൽ നിന്ന് 502 ബിൽഡിംഗിൽ നിന്ന് ആളുകളെടുത്ത് ഹറമിനടുത്തുള്ള മസ്ഗൂത്ത എന്ന ബസ് സ്റ്റോപ്പിൽ ഇറക്കി അവിടുന്ന് വേറൊരു ബസ്സിലാണ് നമ്മൾ ഹറമിനടുത്തേക്കുള്ള 1-ാം നമ്പർ ഗേറ്റിന്റെ ഭാഗത്തേക്ക് പോവുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്തും. ഞാൻ മക്ക KMCCയുടെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ സൗദി നാഷണൽ KMCCയുടെ ജനറൽ കൺവീനറുമായ മുജീബ് പൂക്കോട്ടൂരാണ് വോയിസ് നിങ്ങൾക്ക് നൽകുന്നത്.